Hello. Today we are discussing anticipatory bail. എന്താണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഓർ പ്രീ അറസ്റ്റ് ബെയിൽ? സെക്ഷൻ 438 ഓഫ് ദി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 deals with direction for grant of bail to person apprehending arrest. Section 438 of the Criminal Procedure Code 1973 Direction for grant of bail to person apprehending arrest. ആദ്യമായി ഏത് കോടതികൾക്കാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നൽകുവാനുള്ള അധികാരം ഉള്ളത്? സെഷൻസ് കോർട്ടിനും ഹൈക്കോർട്ടിനുമാണ് ഈ അധികാരം ഉള്ളത്. മജിസ്ട്രേറ്റ് കോർട്ടിനെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നൽകുവാനുള്ള അധികാരമില്ല. ആ കാര്യം പ്രത്യേകം ഓർക്കണം. സെക്ഷൻ 438 സബ്സെക്ഷൻ 1 where any person has reason to believe that he may be arrested on accusation of having committed a non-bailable offence, he may apply to the High Court or the Court of Session for a direction under this section, that is 438, that in the event of such arrest he shall be released on bail, and that court may, after taking into consideration inter alia, means among other things, എന്തൊക്കെയാണ്? the following factors, namely the nature and the gravity of the accusation, the nature and gravity of the accusation, the antecedents of the applicant, including the fact as to whether he has previously undergone imprisonment on conviction by a court in respect of any cognizable offence, the possibility of the applicant to flee from justice, and where the accusation has been made with the object of injuring or humiliating the applicant by having him so arrested, either reject the application forthwith or issue an interim order for the grant of anticipatory bail, provided that where the High Court, or as the case may be, the Court of Session has not passed any interim order under this subsection or has rejected the application for grant of anticipatory bail, it shall be open to an officer in charge of a police station to arrest without warrant the applicant on the basis of the accusation apprehended in such application. ഇത് മൊത്തം വായിച്ചു പോകുമ്പോൾ മനസ്സിലാവില്ല. നമ്മൾക്ക് ഓരോ പോയിൻ്റായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ആശങ്കയുള്ള ആൾക്ക് ജാമ്യം നൽകുന്നതിനുള്ള ഒരു നിർദ്ദേശമാണ് സെക്ഷൻ 438 ഓഫ് ദി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പറയുന്നത്. അതായത് നോൺ ബെയിലബിൾ ഒഫൻസ്, അതിൻ്റെ ആരോപണത്തിന്മേൽ തന്നെ അറസ്റ്റ് ചെയ്തേക്കാം എന്ന് ഒരാൾ വിശ്വസിക്കുമ്പോൾ അപ്രകാരമുള്ള അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം തന്നെ ജാമ്യത്തിൽ വിടണമെന്ന് ഉള്ള നിർദ്ദേശത്തിനായി അയാൾക്ക് ഈ വകുപ്പിൻ കീഴിൽ 438 ഈ വകുപ്പിൻ കീഴിൽ ഹൈക്കോടതിയോടോ സെഷൻസ് കോടതിയോടോ അപേക്ഷിക്കാവുന്നതും കോടതിക്ക് മറ്റ് കാര്യങ്ങളുടെ കൂട്ടത്തിൽ താഴെ പറയുന്ന കാര്യങ്ങളും കണക്കിലെടുത്ത ശേഷം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നോക്കൂ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദ നേച്ചർ ആൻഡ് ഗ്രാവിറ്റി ഓഫ് ദ അക്യൂസേഷൻ, ദ നേച്ചർ അല്ലേ, ആരോപണത്തിൻ്റെ സ്വഭാവവും ഗുരുത്വവും എന്ന് പറഞ്ഞാൽ ഗുരുത്വ സ്വഭാവവും എത്രത്തോളം
എന്താണ് ഗ്രാവിറ്റി ഉള്ളതാണ് ആ ആരോപണം. സെക്കൻഡ്ലി, ദി ആൻറ്റിസെഡൻസ് ഓഫ് ദി അപ്ലിക്കൻറ്റ് ഇൻക്ലൂഡിംഗ് ദ ഫാക്റ്റ് ആസ് ടു വെദർ he has previously undergone imprisonment on conviction by a court in respect of any cognizable offence. ഇത് സിമ്പിളാണ്. അപേക്ഷകൻ്റെ ആൻറ്റിസിഡൻസ് അല്ലേ, പൂർവ്വകാല ചരിത്രം, മാത്രമല്ല ഏതെങ്കിലും കോഗ്നൈസിബിൾ ഒഫൻസുമായി ബന്ധപ്പെട്ട് ഒരു കോടതി കുറ്റസ്ഥാപനം നടത്തിയിട്ട് അയാൾ മുൻപ് ഇംപ്രിസൺമെൻറ്റ് അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ള വസ്തുത ഉൾപ്പെടെ അതും കൂടി കണക്കിലെടുക്കണം. പിന്നെന്താണ് ദ പോസിബിലിറ്റി ഓഫ് ദ അപ്ലിക്കൻറ്റ് ടു ഫ്ലീ ഫ്രം ജസ്റ്റിസ്. എന്താ ഈ അപ്ലിക്കൻ്റ് നീതിയിൽ നിന്നും പലായനം ചെയ്യുവാൻ, ഒളിച്ചോടുവാൻ ഉള്ള സാധ്യത അതുകൂടി പരിശോധിക്കണം. പിന്നെ ഫോർത്തലി, വേർ ദ അക്യൂസേഷൻ ഹാസ് ബീൻ മെയ്ഡ് വിത്ത് ദി ഒബ്ജക്റ്റ് ഓഫ് ഇഞ്ചുറിങ് ഓർ ഹ്യൂമിലിയേറ്റിംഗ് the applicant by having him so arrested, either reject the application forthwith or issue an interim order for the grant of anticipatory bail. ഇതറിയും പ്രശ്നമെന്നുള്ള കാര്യമൊന്നുമല്ല, മനസ്സിലാക്കാം. അതായത് അപേക്ഷകനെ, അപ്ലിക്കൻറ്റിനെ അപ്രകാരം അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്താണ് അവഹേളനമോ ഇഞ്ചുറിയോ ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ആ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് കൂടി എന്നുകൂടി നോക്കണം. അതായത് അപേക്ഷകനെ അപ്രകാരം അറസ്റ്റ് ചെയ്യുന്നതിലൂടെ അയാൾക്ക് ഇഞ്ചുറിയോ അവഹേളനമോ ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ആ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി നോക്കണം. അപ്പോൾ either reject the application forthwith or issue an interim order for the grant of anticipatory bail. ഒന്നുകിൽ അപ്പോൾ തന്നെ അപേക്ഷ റിജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിനുള്ള ഒരു ഇൻ്ററിം ഓർഡർ കോടതിക്ക് പുറപ്പെടുവിക്കുകയോ ചെയ്യാവുന്നതാണ്. ക്ലിയർ? പ്രൊവൈഡഡ് ദാറ്റ്, വീണ്ടും അവിടെ പ്രശ്നം വരുന്നുണ്ട്. where the High Court or as the case may be the Court of Session has not passed any interim order under this subsection or has rejected the application for grant of anticipatory bail, it shall be open to an officer in charge of a police station to arrest without warrant the applicant on the basis of the accusation apprehended in such application. എന്നാൽ ഹൈക്കോടതിയോ സെഷൻസ് കോടതിയോ ഈ സബ്സെക്ഷന് കീഴിൽ ഒരു ഇൻ്ററിം ഓർഡർ പാസ്സാക്കിയിട്ടില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ റിജക്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രകാരമുള്ള അപേക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്ന പ്രകാരമുള്ള കുറ്റാരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥനെ അപേക്ഷകനെ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി 1A എന്ന് പറയുന്നു, where the court grants an interim order under subsection 1, it shall forthwith cause a notice being not less than 7 days notice, together with a copy of such order to be served on the public prosecutor and the superintendent of police. എന്താണ് പറയുന്നത്? with a view to give the public prosecutor a reasonable opportunity of being heard when the application shall be finally heard by the court. അപ്പോൾ ഒന്നാം സബ്സെക്ഷൻ്റെ കീഴിൽ ഇടക്കാല ഉത്തരവ് നൽകുമ്പോൾ അത് ഉടനെ തന്നെ 7 ഡേയ്സിൽ കുറയാത്തതായ ഒരു നോട്ടീസ്, അപ്രകാരമുള്ള ഉത്തരവിൻ്റെ ഒരു കോപ്പി സഹിതം പബ്ലിക് പ്രോസിക്യൂട്ടർക്കും പോലീസ് സൂപ്രണ്ടിനും ആ അപേക്ഷ കോടതി ഫൈനലായി ഹിയർ ചെയ്യുന്ന സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് പറയുവാനുള്ള ന്യായമായ ഒരു ഓപ്പർച്യൂണിറ്റി നൽകുന്നതിന് വേണ്ടി ഉടൻ തന്നെ നൽകുന്നതിന് ഇടയാക്കുന്നതാണെന്ന് പറഞ്ഞാൽ, പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോടതിയിൽ എന്തെങ്കിലും
പറയാനുണ്ടെങ്കിൽ ആ അവസരം കൂടി ഈ അപേക്ഷ ഫൈനലായിട്ട് ഹിയർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടതാണ്. ഇനി the presence, what about the presence of the applicant? The presence of the applicant seeking 1b. The presence of the applicant seeking anticipatory bail shall be obligatory at the time of final hearing of the application and passing of final order by the court if on an application made to it by the public prosecutor the court considers such presence necessary in the interest of justice. ഇതും സിമ്പിളാണ്. ഇനി കോടതി ആ അപ്ലിക്കേഷൻ ഫൈനലായി കേൾക്കുകയും ഫൈനലായ ഉത്തരവ് പാസ്സാക്കുകയും ചെയ്യുന്ന സമയത്ത് അല്ലേ എന്ത് ചെയ്യണം? മുൻകൂർ ജാമ്യം തേടുന്ന അപ്ലിക്കൻ്റ് അയാളുടെ സാന്നിധ്യം കോടതിയോട് പബ്ലിക് പ്രോസിക്യൂട്ടർ ഫയൽ ചെയ്യുന്ന അപ്ലിക്കേഷനിൽ അപ്രകാരമുള്ള പ്രസൻസ് നീതിയുടെ താൽപ്പര്യങ്ങൾക്ക് ആവശ്യമാണെന്ന് കോടതി കരുതുന്നുണ്ടെങ്കിൽ അത് ഒബ്ലിഗേറ്ററിയാണ്, നിർബന്ധമായിരിക്കുന്നതാണ്. അത്രയുള്ളൂ. അത് when the High Court or the Court of Session makes a direction under subsection 1, it may include such conditions in such directions in the light of the facts of the particular case as it may think fit, including a condition that the person shall make himself available for interrogation by a police officer as and when required. അപ്പോൾ ഹൈക്കോടതിയോ സെഷൻസ് കോടതിയോ ഒന്നാം സബ്സെക്ഷനിന് കീഴിൽ നിർദ്ദേശം നൽകുമ്പോൾ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളിൽ ആ ആൾ പോലീസ് ഉദ്യോഗസ്ഥനാൽ ചോദ്യം ചെയ്യപ്പെടുന്നതിനായി ആവശ്യപ്പെടുമ്പോഴെല്ലാം അവിടെ ഹാജരാവണം എന്നുള്ളൊരു ഉപാധി വയ്ക്കാം. രണ്ടാമതായിട്ട് എ കണ്ടീഷൻ ദാറ്റ് ദ പേഴ്സൺ ഷാൽ നോട്ട്, വെരി ഇമ്പോർട്ടൻ്റ്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി മേക്ക് എനി ഇൻഡ്യൂസ്മെൻറ്റ്, ത്രെറ്റ് ഓർ പ്രോമിസ് ടു എനി പേഴ്സൺ acquainted with the facts of the case so as to dissuade him from disclosing such facts to a court or to any police officer. ആ ആൾ അപേക്ഷകൻ കേസിൻ്റെ ഫാക്ട്സ് നേരിട്ടറിവുള്ള ഏതെങ്കിലും ആൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കോടതിക്കോ ഏതെങ്കിലും പോലീസ് ഓഫീസർക്കോ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് അയാളെ ഡിസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പിക്കാനായി അയാൾക്ക് നേരിട്ടോ അല്ലാതെയോ വല്ല പ്രചോദനമോ ഭീഷണിയോ വാഗ്ദാനമോ നൽകുകയില്ല എന്നുള്ളൊരു ഉപാധിയും വയ്ക്കാം അല്ലേ. എ കണ്ടീഷൻ ദാറ്റ് ദ പേഴ്സൺ ഷാൽ നോട്ട് ലീവ് ഇന്ത്യ വിത്തൗട്ട് ദി പ്രീവിയസ് പെർമിഷൻ ഓഫ് ദ കോർട്ട്. ആ ആൾ അല്ലെ അപ്ലിക്കൻ്റ് കോടതിയുടെ മുൻകൂട്ടിയുള്ള അനുവാദമില്ലാതെ ഇന്ത്യ വിടുകയില്ല എന്നുള്ളൊരു ഉപാധിയും വയ്ക്കാം. സച്ച് അതർ കണ്ടീഷൻ ആസ് മേ ബി, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോസ്ഡ് അണ്ടർ സബ്സെക്ഷൻ 3 ഓഫ് സെക്ഷൻ 437 ഓഫ് CRPC ആസ് ഇഫ് ദ ബെയിൽ വെർ ഗ്രാൻഡഡ് അണ്ടർ ദാറ്റ് സെക്ഷൻ. ജാമ്യം നൽകിയിട്ടുള്ളത് 437 വകുപ്പ് 3-ാം സബ്സെക്ഷൻ കീഴിൽ ആയിരുന്നാലെന്ന പോലെ ആ സെക്ഷന് കീഴിൽ ചുമത്തുന്ന മറ്റേതെങ്കിലും കണ്ടീഷനും ഉൾപ്പെടെ പ്രത്യേക കേസിലെ ഫാക്ട്സിൻ്റെ വെളിച്ചത്തിൽ യുക്തമെന്ന് തോന്നുന്ന ഉപാധികൾ കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. ഇഫ് സച്ച് പേഴ്സൺ ഈസ് thereafter arrested without warrant by an officer in charge of a police station on such accusation and is prepared either at the time of arrest or at any time while in the custody of such officer to give bail, he shall be released on bail, and if a magistrate taking cognizance of such offence decides that a warrant should issue in the first instance against that person, he shall issue a bailable warrant in conformity with the direction of the court under subsection 1. ഇത് സിമ്പിളാണ്, കുറേ വലിയ വാചകമാണ്, അത് നമുക്ക്
കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയുള്ള ആ വ്യക്തി അതിനുശേഷം അങ്ങനെയുള്ള അക്വിസേഷനിൽ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥനാൽ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെടുകയും അറസ്റ്റ് സമയത്തോ അങ്ങനെയുള്ള ഓഫീസറുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഏതെങ്കിലും സമയത്തോ ജാമ്യം നൽകുവാൻ തയ്യാറാവുകയും ചെയ്യുന്നുവെങ്കിൽ അയാളെ ജാമ്യത്തിൽ മോചിപ്പിക്കേണ്ടതാണ്. അങ്ങനെയുള്ള കുറ്റം നടപടിക്കെടുക്കുന്ന മജിസ്ട്രേറ്റ് ആദ്യമായി തന്നെ ആ ആൾക്കെതിരെ വാറണ്ട് പുറപ്പെടുവിക്കേണ്ടതാണെന്ന് തീരുമാനിക്കുന്നുവെങ്കിൽ അദ്ദേഹം 1-ാം സബ്സെക്ഷൻ്റെ കീഴിലുള്ള കോടതിയുടെ ഡയറക്ഷന് അനുസൃതമായി ജാമ്യം അനുവദിക്കാവുന്ന ഒരു വാറണ്ട് പുറപ്പെടുവിക്കേണ്ടതും ആകുന്നു. ഇത്രയാണ് ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അത് നന്നായിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. വലിയ വാചകങ്ങളാണ്, പേടിക്കൊന്നും വേണ്ട. അത് നമുക്ക് കൃത്യമായിട്ട് നോക്കാവുന്നതുള്ളൂ. ഇനി ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2018 21/4/2018 ഇൻസേർട്ട് ചെയ്ത ഒരു ക്ലോസാണ്, സബ്സെക്ഷനാണ്. നത്തിങ് ഇൻ ദിസ് സെക്ഷൻ ഷാൽ അപ്ലൈ ടു any case involving the arrest of any person on accusation of having committed an offence under subsection 3 of section 376 or section 376AB. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രാക്കറ്റിൽ വായിച്ചു നോക്കണം. പനിഷ്മെൻറ്റ് ഫോർ റേപ്പ് ഓൺ വുമൺ അണ്ടർ 12 years of age or section 376DA. പനിഷ്മെൻറ്റ് ഫോർ gang rape on woman under section 16 years of age or section 376DB. പനിഷ്മെൻറ്റ് ഫോർ gang rape ഓൺ വുമൺ അണ്ടർ 12 years of age ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ്. ഈ IPCയുടെ ഈ വകുപ്പിൻ കീഴിലുള്ള അറസ്റ്റിനെയൊന്നും ഈ 438 ബാധകമാകുന്നില്ല. ഇത് 2018 വന്ന ഒരു അമെൻമെൻ്റാണ്, അഡീഷനാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. ഇനി നമ്മൾ കേസ് ലോ. പലർക്കും സംശയമുണ്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ ഓർഡറിൻ്റെ കാലാവധി എത്രത്തോളമാണെന്ന്. അത് പ്രതിപാദിക്കുന്ന ഒരു കേസാണ് സുശീല അഗർവാൾ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് NCT. NCT മീൻസ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി 2020 കേസാണ്. ഇൻ ദിസ് കേസ് ദി ഓണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ categorically ruled that no time limit can be set while granting anticipatory bail and it can continue even until the end of the trial. ഒരു പ്രത്യേക കാലയളവ് ടൈം സെറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ട്രയലിൻ്റെ അവസാനം വരെയും ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ ഓർഡറിന് സാധുത ഉണ്ടെന്നാണ് സുപ്രീം കോടതി ഈ കേസിൽ പറഞ്ഞത്. ഇത്രയും നേരം CRPCയിലെ ഇമ്പോർട്ടൻ്റായ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ സെക്ഷൻ 438 നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. നല്ലവണ്ണം വായിച്ചു നോക്കണം. ഒരു ധാരണ ആൻറ്റിസിപ്പേറ്ററി ബെയിലിനെ കുറിച്ച് നിങ്ങൾക്കുണ്ടാക്കി കാണും എന്ന് കരുതുന്നു. നമ്മളെന്നും പത്രം എടുത്ത് നോക്കിയാൽ കാണാം മുൻകൂർ ജാമ്യാപേക്ഷ, അല്ലെങ്കിൽ ടെലിവിഷനിൽ നമ്മൾ കാണുന്നത് കേൾക്കുന്നതും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഇതാണ് അതിൻ്റെ മെയിൻ കണ്ടൻസ്. താങ്ക് യു.